ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബർഫിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് മുമ്പേ വൈറലായിട്ടുള്ള കുനാഫ ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ വീഡിയോസ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രീതിയിൽ കുറഞ്ഞ രീതിയിൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബർഫി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നമുക്കിവിടെ 80 ഗ്രാമോളം പിസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഫസ്റ്റ് നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സിയിലിട്ട് അരക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റോളം വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കന്നെ നന്നായിട്ട് കുതിർന്നിട്ട് വരിക. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെർമിസെല്ലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ആ ഒരു ചെറിയ ടൈപ്പ് വെർമിസെല്ലി ഇല്ല, അധികം കട്ടില്ലാത്ത തിന്നായിട്ടുള്ള വെർമിസെല്ലി ഇല്ല, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് വെർമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇതന്നെ എടുക്കണം കേട്ടോ, മറ്റേതൊന്നും എടുത്താൽ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ അത് നമ്മളിതുപോലെ കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഒന്ന് എടുക്കുക കേട്ടോ. അല്ലാണ്ട് അങ്ങ് ചെറുതാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്താൽ മതിയേ. ഏകദേശം നമ്മൾ 1 കപ്പോളട്ടെ 250 ml കപ്പിന് 1 കപ്പ് വെർമിസെല്ലിയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. ഇതുപോലെ അങ്ങ് പൊടിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊരു സൈഡിലോട്ട് ഇതുപോലെ അങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ അതാ പിസ്തൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. നമുക്ക് ഫുള്ള് വെള്ളം നല്ല പോലെ ഒന്ന് കളഞ്ഞെടുക്കണേ. ഈ കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള പിസ്ത അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ അരച്ചെടുക്കാം. നമുക്കൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിതാ ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ വെർമിസെല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ആ വെർമിസെല്ലി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത വെർമിസെല്ലി ആണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3-4 മിനിറ്റോളം ഇതുപോലെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാനും കൂടെ മറക്കരുത്. ഇപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റോളം ഒന്നങ്ങ് മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഇതുപോലെ. എന്നിട്ട് നമുക്കതൊരു പ്ലേറ്റിലോട്ടങ്ങ് മാറ്റിയിട്ട് വെക്കാം. ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ആ ഒരു പാനിലേക്ക് തന്നെ ഞാനിവിടെ 200 ഗ്രാമോളം പാൽപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം സിമ്മിലാക്കിയിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള പിസ്തേൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 200 ഗ്രാമോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ആ ടിന്നിൽ നിന്ന് ഒരു 1/2 ടിന്നോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 400 ഗ്രാമിൻ്റെ ഒരു അളവാണ് അതിൽ വരിക കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പിസ്തയും ആ ഒരു പാൽപ്പൊടിയും കണ്ടൻസ് മിൽക്കൊക്കെ ഒന്ന് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് പരസ്പരം കണ്ട് നമുക്കിങ്ങനെ ഒരു ലൂസായിട്ട് എല്ലാം കൂടെ ഒന്ന് ഒരു ബോണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു 1/2 കപ്പോളം പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതെല്ലാം കൂടെ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എല്ലാം നല്ല പോലെ ഒന്ന് ലൂസായിട്ട് എല്ലാം ഇങ്ങനെ മിക്സായിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഫ്ലെയിം ഞാൻ സിമ്മിലാക്കിയിട്ടാട്ടോ വെച്ചത്. ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ടൈറ്റ് ആക്കിയിട്ട് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കൈവിടാണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ആ ഒരു പിസ്തയുടെ ഇതും അതുപോലെ തന്നെ ആ ഒരു പാൽപ്പൊടിയും മിൽക്ക് മെയ്ഡും എല്ലാ ഭാഗത്തേക്കും നമുക്ക് എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ടുതായി കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ അതെല്ലാം കൂടെ ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണേ. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെർമിസെല്ലി ഉണ്ടല്ലോ,
അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഈ ഒരു ടൈമിൽ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെർമിസെല്ലിയും ആ ഒരു മിക്സും കൂടി നന്നായിട്ട് മിക്സായി കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മളിങ്ങനെ വെർമിസെല്ലിയായിട്ട് കാണാൻ പാടില്ല, എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വേണം ചെയ്തെടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയി വരും. നമ്മൾ കുറച്ചൊന്ന് ഇതുപോലെ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് തന്നെ വെച്ചാൽ മതി, കൂട്ടിയിടാൻ പാടില്ല. ഇപ്പോൾ അതായത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ളൊരു ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് താഴെ ഭാഗത്തൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കാനൊന്ന് സുഖത്തിന് വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തേക്കും അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങനെ സ്പ്രെഡാക്കി എടുത്താൽ മതിയേ. എല്ലാ ഭാഗത്തും സൈസ് ഒരേപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഇതാക്കിയെടുക്കാം. എന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കട്ടോരി എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ നിങ്ങളിലേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ നല്ല പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരേപോലെ സൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള വെർമിസെല്ലി ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള വെർമിസെല്ലിയാണേ. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പിസ്ത ഒന്ന് ചെറുതായിട്ട് നീളത്തിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതുപോലെ എന്നങ്ങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം വേണം കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതിൽ നിന്ന് ഈ ഒരു ബട്ടർ പേപ്പറോട് തന്നെ ഇതുപോലെ അങ്ങ് പൊക്കിയെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കൊട്ടിയെടുക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ താഴെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇതുപോലെ അങ്ങ് പൊക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ബട്ടർ പേപ്പർ നമുക്ക് ഇതുപോലെ അങ്ങ് ഒഴിവാക്കിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബട്ടർ പേപ്പർ ഇതുപോലെ അങ്ങ് നീക്കിയെടുക്കുകയാണ്. ഇനി നമുക്കൊരു കത്തി യൂസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു തവണ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് ഒക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ആ ഒരു വെർമിസെല്ലിൻ്റെയും അതുപോലെ ആ പിസ്തയുടെയും ഒക്കെ ആ ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളെ ഒരു ബഫിക്കുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. വീട്ടിൽ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.